ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതന്നെ വീട്ടിൽ തന്നെയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്, ഇനി പല്ല് വെച്ചിട്ടാകാം ബാക്കി. എപ്പോഴും ജോലിക്ക് പോകുന്ന വീഡിയോസ് ആണ് ഞാൻ കൂടുതൽ ഇടാറുള്ളത്. വീട്ടിൽ ഉള്ളപ്പോൾ ഒരു ദിവസം കാണിച്ചു തരാം എങ്ങനെയാണ്. ഇന്നാണെങ്കിൽ മഴയില്ലാത്തോണ്ട് തുണിയെല്ലാം ഉണങ്ങി കിട്ടും എന്നുള്ള സന്തോഷമാണ് വൈഫിന്. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മേളിൽ നിന്ന് ഇനി താഴോട്ട് ഇറങ്ങാം, ഉമ്മയായിട്ടൊന്ന് പോയി വഴക്കിടാം. ഞങ്ങൾ തമ്മിൽ വഴക്കിടാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ലായ്ക്ക് മോനാണെങ്കിൽ വാപ്പിച്ചു പോകുന്ന വിഷമത്തിൽ നോക്കിയിരിക്കുവാണ്. ഇനി മോനായിട്ട് കുറച്ചു നേരം ഗുസ്തി മറി. കൊച്ചിന്റെ മുമ്പിൽ പല പല കോമാളിത്തരങ്ങളും കാണിക്കും ഞാൻ. രാവിലെ എന്നെ ഉമ്മച്ചി ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഇടിയപ്പമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, പിന്നെ ഇറച്ചിക്കറി. ഇന്നത്തെ ദിവസം എനിക്ക് പണിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തു പോകുന്നത്. അടുക്കളയിൽ നേരെ സിറ്റൗട്ടിലോട്ട് വന്നപ്പോഴാണ് അമരക്ക പയറും കൊണ്ട് ഇത് വൈഫ് വരുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നത്. അവിടുത്തെ വീട്ടിൽ പിടിച്ച പയറാണ്. വീട്ടിലുള്ള ദിവസം ഞാൻ ചായ അല്ല കുടിക്കുന്നത്, പാലാണ് കുടിക്കുന്നത്. അതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന റസ്ക് ആണെന്ന്. നേരെ വീടിന്റെ മേലുള്ള സിറ്റൗട്ടിൽ പോയിട്ട് 30 പുഷപ്പ്. പണിക്ക് പോകുന്ന ദിവസം എനിക്ക് പുഷപ്പ് എടുക്കാൻ പറ്റത്തില്ല, വീട്ടിലുള്ളപ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദേ കയറി പോകുന്നത് ആ കുരുത്തം കെട്ടവൻ. നമ്മുടെ ശ്രദ്ധ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയാൽ മതി, അപ്പൊ തന്നെ കയറി പോകും സ്റ്റെപ്പിലോട്ട്. ഇനി നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം. ഇടിയപ്പോ ഇറച്ചിക്കറി. ഇറച്ചിക്കറി എനിക്ക് വേണം. തേങ്ങാമുളക് അരച്ച കറിയും തലേ ദിവസത്തെ തലക്കറിയും ഉണ്ടായിരുന്നു, അത് സൂപ്പർ ടേസ്റ്റ്. അതുള്ളപ്പോ ഇറച്ചിക്കറിയായിട്ട് കഴിക്കുന്നതിൽ ഒരു ഗുമ്മി. വീട്ടിലുള്ള ദിവസമാണല്ലോ, കുറച്ച് അല്ലറ ചില്ലറ പണിയും കൂടെ ഉണ്ട് വീട്ടിൽ ചെയ്ത് തീർക്കാൻ. ആദ്യം തന്നെ ബാത്റൂം നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാം. 2 ആഴ്ച കൂടുമ്പോൾ ക്ലീനിങ് ചെയ്യുന്നതാണ്. സാധാരണ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് ഞാനല്ല, വൈഫാണ് ക്ലീൻ ചെയ്യുന്നത്. താഴത്തെ അവൾക്ക് മീൻ വെട്ടിക്കൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് ഞാനാണ് ക്ലീനിങ്ങിന് കയറി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബൈക്കിന്റെ അടുത്തോട്ട് പോകും. കുറച്ച് നാളുകളായിട്ട് വണ്ടി സ്റ്റാർട്ട് ആക്കാതെ വെച്ചിരിക്കുവായിരുന്നു, ബാറ്ററി ഡൗൺ ആയി. ബാറ്ററി ഇനി വർഷാപ്പിൽ കൊണ്ട് കൊടുക്കണം. ഇതിന്റെ ബാക്കി വിശേഷം ഉടനെ ഇടാന്നെയാണ്.